ഇതളടരാതെ ദി സിംഫണി ഓഫ് ലവ് ഭാഗം 6. ചില പകൽമാന്യന്മാരുടെ ആഗ്രഹം നടക്കാതെ വന്നപ്പോൾ അവരാണ് നാട്ടുകാരെ ഇളക്കി വിടുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്. പപ്പ തന്നെ ഏറെ സ്നേഹിച്ചും ലാളിച്ചുമാണ് വളർത്തിയത്. 2 പെൺകുട്ടികൾ കഴിഞ്ഞുണ്ടായ തന്നോട് പ്രത്യേക വാത്സല്യമായിരുന്നു. ഒക്കെ ശരിയാണ്. എന്നാലും പ്രാണനായവളെ എങ്ങനെ വേണ്ടെന്ന് വെക്കും? അപ്പച്ചന്റെ സങ്കടവും റീത്തയുടെ സ്നേഹവും 2 തട്ടിലും ഒരേ തൂക്കത്തിൽ നിൽക്കുമ്പോൾ ആരെയാണ് ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റേണ്ടത്? എന്റെ ഈശോയെ, ഒരു വഴി കാണിച്ചു തരണേ. നാട്ടുകാർ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരുന്നു. ഇല്ലാ കഥകൾ മെനഞ്ഞു. റീത്ത ഗർഭിണിയാണെന്ന് വരെ പറഞ്ഞു പരത്തി. താൻ അറിയാത്ത ഏത് ഗർഭമാണ് റീത്തയ്ക്ക്? ഇമാതിരി വേണ്ടാദിനങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിലെ മാനസികാവസ്ഥ തന്നോടുള്ള ദേഷ്യമല്ല, ഒറോദയോടും മക്കളോടുമുള്ള കടുത്ത വൈരാഗ്യമാണ്. ഇതിന്റെ പരിണിത ഫലം ഇനി എന്താണാവോ? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ജാക്സന്റെയും സമാധാനം കെട്ടുകഴിഞ്ഞിരുന്നു. അന്ന് പണിസ്ഥലത്ത് വെച്ച് വളവനായിട്ട് ഏലിക്കുട്ടിയുമായി ഒറോദ 1-2 പറഞ്ഞ് തെറ്റി. ഒരുവനെ അടിച്ചിരുത്താൻ പറ്റിയ മാർഗം അവന്റെ കുറവുകളെയും ബലഹീനതകളെയും വിളിച്ചു പറഞ്ഞ് അവന്റെ നെഞ്ചിൽ ആണിയടിക്കുക എന്ന തന്ത്രമാണ് നല്ലതെന്ന് എല്ലാവരെയും പോലെ ഏലിക്കുട്ടിക്കും അറിയാമായിരുന്നു. അത് ഒറോദയുടെ നേർക്ക് പ്രയോഗിച്ചു. എടി കൊണ്ടോടി, നിന്റെ മോള് ആ സുന്ദരിക്കോതയ്ക്ക് വയറ്റിലുണ്ടെന്ന് നാട്ടുകാരെല്ലാം പറയുന്നുണ്ടല്ലോടി. നീ ആദ്യം അവളെ പോയി മര്യാദ ഒടിപ്പിക്ക്, എന്നിട്ടാട്ടെ എന്നെ. ചെറ്റത്തരം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ബാക്കിയുള്ള പല്ലും കൂടി ഞാൻ അടിച്ചു കൊഴിക്കും, പറഞ്ഞേക്കാം. കൈ ഓങ്ങിക്കൊണ്ട് ഏലിക്കുട്ടിയുടെ നേർക്ക് ചെന്ന ഒറോദയെ ചോക്കാട്ടെ മേരിയും കുരിശുങ്കിലെ തരതിയും കൂടി പിടിച്ചു നിർത്തി. എന്റെ ഒറോദേ, നീ ഒന്ന് അടങ്ങ്. അവള് വിവരമില്ലാതെ എന്തേലും വിളിച്ചു പറഞ്ഞെന്ന് വെച്ച് നിനക്കെന്താ? മേരി സമാധാനിപ്പിക്കാൻ നോക്കി. പിന്നെ അവക്ക് വിവരമില്ലാഴിക. നിങ്ങൾ വിട്ടേ. ഇതിങ്ങനെ വെറുതെ വിട്ടാ നാളെ നിങ്ങളുടെ വീട്ടിലുള്ള പെങ്കൊച്ചുങ്ങളെ പറ്റിയും ഇവള് തോന്നിയാസം പറഞ്ഞുണ്ടാക്കും. ഒറോദ കുതറി. എടീ ഏലിക്കുട്ടി, നീ അപ്പുറത്തോട്ടെങ്ങനും പോണുണ്ടോ? വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞു ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാ. മേരി ഇടപെട്ടപ്പോൾ ഏലിക്കുട്ടി രംഗത്ത് നിന്നും പിൻവാങ്ങി. അന്ന് പണിസ്ഥലത്ത് നിന്നും ഒറോദ നേരെ പോയത് ജോസഫ് സാറിന്റെ വീട്ടിലേക്കാണ്. ചെന്ന പാടെ ഇറയത്തെ അരപ്ലേസിൽ കയറി ഇരുന്നിട്ട് വിളിച്ചു. സാറേ, ജോസഫ് സാറേ. ഊണ് കഴിഞ്ഞ് ഉച്ചമയക്കത്തിനൊരുക്കത്തിലായിരുന്നു ജോസഫ് സാറും ടീച്ചറും വിളികേട്ട് ഇറങ്ങി വന്നു. വരാന്തയിലിരിക്കുന്ന ആളെ കണ്ട് സാറിന് അമ്പരപ്പും ദേഷ്യവും ഒന്നിച്ചു വന്നു. ഒറോദ എന്നാ ഇവിടെ? അതോ സാറേ, എന്റെ മക്കളെ കെട്ടിച്ചു വിടണമെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങണ്ടേ? വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. എന്റെ മകള് റീത്തയെ ഇവിടുത്തെ ചെറുക്കന് കെട്ടാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ നേരെ ചൊവ്വേ വേണ്ടപ്പെട്ടവരൊക്കെ കൂടി വീട്ടിലോട്ട് വാ. എന്നിട്ട് 3 കെട്ടി വിളിച്ചു ചൊല്ലി കെട്ട് നടത്താം. അല്ലാതെ പാത്തും പതുങ്ങിയും പെണ്ണിന്റെ പുറകെ നടന്ന് നാട്ടുകാരെ കൊണ്ട് അതൂതും പറയിപ്പിക്കരുതെന്ന് ചെറുക്കനോട് പറഞ്ഞേക്കണം. നിന്റെ പൂതി മനസ്സിലിരിക്കട്ടെ. കുടുംബത്തിൽ പറഞ്ഞ ചെറുക്കനെ മകള് വളച്ചെടുത്തതും പോരാ, നിനക്ക് നാണമുണ്ടോ ഈ ഇറയത്ത് വന്നിരുന്ന് കല്യാണം ആലോചിക്കാൻ? ഒറോദ വന്ന വഴിയെ തിരിച്ചുപോയി വീട് പിടിക്ക്. പെണ്ണിന് നിക്കപ്പൊറുതിയില്ലേ, വല്ലോനെയും കണ്ടുപിടിച്ച് വേഗം കെട്ടിച്ചൂടാൻ നോക്ക്. ജോസഫ് സാറിന് ദേഷ്യം തിളച്ചു കയറി. ആഹാ, ഇപ്പൊ അങ്ങനെയായോ? സാറിനോട് കുറച്ച് ബഹുമാനം ഉള്ളതുകൊണ്ടാ ഞാൻ ഇത്രയും മര്യാദയ്ക്ക് സംസാരിച്ചത്. സാറിന്റെ ചെറുക്കനെന്തിയേ? അവനെ ഇങ്ങോട്ട് വിളി, അവൻ പറയട്ടെ എന്റെ കൊച്ചിനെ വേണ്ടാന്ന്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഒറോദ എണീറ്റു. കാര്യം പന്തിയല്ല എന്ന് കണ്ടപ്പോൾ ടീച്ചർ മകന്റെ റൂമിലേക്ക് പോയിരുന്നു. പുറത്തെ സംസാരം കേട്ട് പുറത്തേക്ക് പോകാൻ ശ്രമിച്ച ജാക്സനെ ടീച്ചർ തടഞ്ഞു. എടാ, നീ ഇപ്പൊ അങ്ങോട്ട് പോകരുത്. അവരെന്നാ പറയട്ടെ. അമ്മച്ചി വിട്ടേ. പപ്പ എന്നാ വർത്താന ചേട്ടത്തിയോട് പറയുന്നേ? അവര് മര്യാദക്കല്ലേ സംസാരിച്ചേ? ടീച്ചറുടെ കൈ തട്ടി മാറ്റിയിട്ട് ജാക്സൺ വാതിൽ തുറന്ന് വരാന്തയിലേക്ക് ചെന്നു. ചേട്ടത്തി, ഇപ്പൊ പൊയ്ക്കോ. ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ അത് റീത്തെ മാത്രമായിരിക്കും. ജാക്സന്റെ ഉറപ്പ് കിട്ടിയപ്പോൾ ഒറോദ മുറ്റത്തേക്കിറങ്ങി. എങ്കിൽ അധികം താമസിയാതെ വേണം. ഇനി നാട്ടുകാരെ കൊണ്ട് എന്റെ കൊച്ചിനെ അപരാധം പറയിപ്പിക്കരുത്, കേട്ടല്ലോ? പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ ഒറോദ പോയി. എടാ, നീ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. എന്റെ കൺവെട്ടത്ത് മേലിൽ വന്നേക്കരുത്. നാട്ടുകാരുടെ കുത്തുകൊണ്ട് ജീവിക്കാൻ എന്നെ കിട്ടുകയല്ല. അവസാന വാക്കെന്നോണം പറഞ്ഞിട്ട് ജോസഫ് സാർ അകത്തേക്ക് പോയി. ടീച്ചർ പിന്നാലെ ചെന്നു. നിങ്ങൾ എന്നാ വർത്താനാ ചെറുക്കനോട് പറഞ്ഞേ? അവനോട് നമുക്ക് സമാധാനത്തിൽ പറഞ്ഞു മനസ്സിലാക്കാന്നേ. ഓവോ, ഇനി എന്നാ പറഞ്ഞു മനസ്സിലാക്കാനാ? എന്ന് വെച്ചാ കുഞ്ഞി പൈതലല്ലേ മനസ്സിലാകാതിരിക്കാൻ. സാറിന്റെ ദേഷ്യം അടങ്ങിയില്ല. അമ്മച്ചി, ഞാൻ പോണു. ആർക്കും ഞാൻ ഇനി ശല്യമാവുകയില്ല. മകന്റെ യാത്ര പറച്ചിൽ കേട്ട് ടീച്ചർ ഇറയത്തേക്ക് ചെന്നു. സാർ അപ്പോഴും ഭാവഭേദമൊന്നും കാട്ടിയില്ല. എടാ, നീ എങ്ങോട്ട് പോവാ? പപ്പയ്ക്ക് ദേഷ്യം വന്നപ്പോ വല്ലതും വിളിച്ചു പറഞ്ഞെന്ന് വെച്ച് നീ ഇറങ്ങി പോവാണോ? ടീച്ചർ മകനെ തടഞ്ഞു. അമ്മച്ചി മാറി നില്ല്. എനിക്കും ഉണ്ട് വാശിയൊക്കെ. ഞാനും പപ്പയുടെ മോൻ തന്നെയല്ലേ.
ടീച്ചറെ മറികടന്ന് ജാക്സൺ മുറ്റത്തേക്ക് ഇറങ്ങി. അവൻ അങ്ങോട്ട് ചെല്ലട്ടടി. പെങ്ങന്മാരുടെ അളിയന്മാരുടെയും പൊന്നാരിപ്പ് എന്നാത്തിനാന്ന് അവൻ അറിയാൻ മേല. ഇവനെ പിരികേറ്റി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലല്ലേ ഇവിടെയുള്ള സ്വത്ത് മുഴുവൻ അവർക്ക് കിട്ടത്തുള്ളൂ. ഇവന്റെ കാര്യം പറഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞതെന്നാന്ന് എനിക്കല്ലേ അറിയൂ. സാറിന്റെ ആ സംസാരം ജാക്സന്റെ ഉള്ളിൽ എവിടെയോ തറച്ചു. അവൻ ബാഗുമായി ഒരു നിമിഷം നിന്നു. പിന്നെ ഉറച്ച കാലടികളോടെ മുന്നോട്ട് നടന്നു. പെങ്ങന്മാരുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. പപ്പ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. എന്തൊരു വക്രബുദ്ധിയാണ്. സ്വന്തം ആങ്ങളെയും അപ്പനെയും തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാൻ നോക്കുന്ന ചെന്നായ്ക്കൾ. ഈ ഭൂമിയിൽ പൊടുന്നനെ ആരുമില്ലാതായി ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും ഒറ്റുകാരനായ യൂദാസിനെ പോലെ ആയിരിക്കുന്നു. ഇനി ആകെയുള്ള ഒരേയൊരാൾ റീത്തയാണ്. ജാക്സന്റെ കാലുകൾ അതിവേഗം ചലിച്ചു. റബ്ബർ തോട്ടങ്ങളും ഇടവഴികളും താണ്ടി അങ്ങനെ പോകുമ്പോൾ, ജാക്സാ, നീ എങ്ങോട്ടാടാ ബാഗുമായിട്ട്? നീ എന്നാ നാട് വിടുവാണോ? അതോ കൊണ്ടോടിയുടെ വീട്ടിലേക്കാണോ? ചോദ്യങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരുന്നു. ചിലത് ആകാംക്ഷയോടെയും ചിലത് പരിഹാസവും. ഒന്നിനും മറുപടി കൊടുത്തില്ല. അല്ലെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിലല്ലേ മറുപടി കൊടുക്കാൻ പറ്റൂ. ഒടുവിലെ ആ ലക്ഷ്യത്തിലെത്തിയെന്നറിഞ്ഞപ്പോൾ കാലുകളുടെ ചലനം നിലച്ചു. റീത്തയുടെ വീടായിരുന്നു അത്. ഒറോദ പതിവ് പോലെ പണിക്ക് പോയി. ചെല്ലിക്കുന്നേൽ ബാബുവിന്റെ പറമ്പിലായിരുന്നു അന്ന് പണി. ഒറോദയുടെ വീടിന്റെ 2 പറമ്പ് അപ്പുറത്താണ് ബാബുവിന്റെ വീട്. മണിമല മിശിഹ ചന്തയിൽ പോയി വരുന്ന വഴിക്ക് ജാക്സനെ ബാഗുമായി പോകുന്നത് കണ്ടിരുന്നു. എടി ഒറോദേ, ആ ചെറുക്കൻ ബാഗുമായി പോകുന്ന കണ്ടു. നിന്റെ വീട്ടിലോട്ടാന്ന് തോന്നുന്നു. കാട് തെളിക്കുകയായിരുന്ന ഒറോദ നിവർന്നു. ഒന്നും മിണ്ടാതെ അരിവാളുമായി വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തുമ്പോൾ ജാക്സൺ വരാന്തയിൽ കസേരയിൽ ഇരിപ്പുണ്ട്. റീത്ത സമീപത്ത് വിഷണ്ണയായി നിൽക്കുന്നു. എന്നാടാ ജാക്സ, നീ ബാഗൊക്കെയായി ഇവിടെ? വന്ന പാടെ മുഖവുരയില്ലാതെ ഒറോദ ചോദിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പപ്പ ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കുന്നേയില്ല. അതിന് നീ ബാഗുമൊക്കെ കെട്ടിപ്പറക്കി ഇങ്ങോട്ട് പോന്നു അല്ലേ? അതല്ല, ഇനി എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണമല്ലോ, അതാണ് ഞാൻ. മതി, നിർത്തടാ. നിന്റെ അപ്പൻ സമ്മതിക്കില്ലെന്ന് നിനക്ക് അറിയത്തില്ലായിരുന്നോ? പിന്നെന്തിനാ ഈ പണിക്ക് നിന്നേ? ഒരു ജോലി പോലും ഇല്ലാത്ത നിന്നെ ഈ പെങ്കൊച്ചിനെ എങ്ങനെ പിടിച്ചേൽപ്പിക്കും? നിനക്ക് താമസിക്കാൻ വീടുണ്ടോ? ശരിയാ അമ്മച്ചി, കല്യാണം കഴിഞ്ഞൊരു ജോലി കിട്ടുന്നിടം വരെ ഇവിടെ. ഓഹോ, നിന്റെ ആ മോഹം നടക്കില്ല. ആദ്യം നീ ഒരു ജോലി കണ്ടുപിടിക്ക്. കൂലിപ്പണിയാണെങ്കിലും മതി. എന്റെ കൊച്ചിന് ചെലവിന് കൊടുക്കാനുള്ള ആവതുണ്ടാവണം, അത്രേ ഉള്ളൂ. ഇപ്പോ നീ തൽക്കാലം പോ. ഒറോദ അവസാന വാക്കെന്നോണം പറഞ്ഞു. അമ്മച്ചി, ജാക്സൺ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിട്ടാ എവിടെ പോവാനാ? റീത്തയ്ക്ക് ജാക്സനെ അവിടുന്ന് പറഞ്ഞു വിടുന്നതിൽ വിഷമമായി. എടീ, നീ കാരണം നാട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടോണ്ടിരിക്കുക. ഇനി ഇതും കൂടിയേ ബാക്കിയുള്ളൂ. അവനാണെങ്കിൽ ഒരു ജോലി കണ്ടുപിടിച്ചിട്ട് ഇവിടെ വരട്ടെ, അപ്പോ നോക്കാം. ഒറോദ മകളെ ഒന്ന് ക്രുദ്ധിച്ചു നോക്കിയിട്ട് അകത്തേക്ക് പോയി. ജാക്സൺ റീത്തയോട് പോലും ഒന്നും പറയാതെ ഇറങ്ങി നടന്നു. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നൊരു രൂപവും ഇല്ല. എടാ ജാക്സ, അവിടെ നിന്നേ. പിന്നിൽ നിന്നുള്ള വിളി കേട്ട് തിരിഞ്ഞു നിന്നപ്പോൾ ചിയ്യാരത്തെ മോനിച്ചൻ ഓടിയണച്ചു വരുന്നതാണ് കണ്ടത്. എന്താടാ? എടാ, നിന്റെ പപ്പ. അണപ്പ് കാരണം മോനിച്ചന് മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. പപ്പയ്ക്കെന്നാ? പപ്പയ്ക്ക് ഒരു തലറക്കവും ബോധക്കേടും. കാരിത്താസിലേക്ക് കൊണ്ടുപോയിരിക്കുക. നിന്നെ അന്വേഷിച്ച് വന്നതാ ഞാൻ. മോനിച്ചൻ പറഞ്ഞു നിർത്തിയതും ജാക്സൺ റോഡിലേക്ക് ഓടി. കിട്ടിയ ബസ്സിന് കയറി കാരിത്താസിലെത്തി. ജോസഫ് കീമറ്റത്തെ എവിടെയാ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ? ഒരു മിനിറ്റ് രജിസ്റ്ററിൽ പരതി ലേഡി പറഞ്ഞു. ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ആളല്ലേ, ICUവിലാണ്. കേട്ട പാതി ഓടിയെത്തുമ്പോൾ ICUവിന് മുന്നിൽ അമ്മച്ചി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിപ്പാപ്പനും ഷാജിയും അടുത്തുണ്ട്. അമ്മച്ചി, പപ്പയ്ക്ക് എന്നാ പറ്റിയേ? ഓ, അവൻ പപ്പയെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. ചത്തിട്ടില്ലടാ, ജീവൻ ബാക്കിയുണ്ട്. കുഞ്ഞിപ്പാപ്പന്റെ രോഷം വാക്കുകളായി പുറത്തു ചാടി. അപ്പച്ച, ഇത് ആശുപത്രിയാ, ആളുകൾ ശ്രദ്ധിക്കുന്നു. ഷാജി കുഞ്ഞിപ്പാപ്പനെ സമാധാനിപ്പിച്ചു. വാടാ. ഷാജിയുടെ പിന്നാലെ നടക്കുമ്പോൾ എതിരെ ജാൻസി ചേച്ചിയും മിനിയും ഓടി വരുന്നു. നിനക്ക് മതിയായോടാ? അടുത്തെത്തിയപ്പോൾ പല്ലെറിമിക്കൊണ്ട് ജാൻസി ചോദിച്ചിട്ട് മുന്നോട്ട് നടന്നു. അത്ഭുതം തോന്നുന്നു. തന്നെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത ചേച്ചിയാണ്. ഓന്തിന്റെ നിറം മാറുന്നത് പോലെ മാറുന്നത് കണ്ടില്ലേ? പപ്പ പറഞ്ഞത് എത്ര സത്യം. ആ വേദനയ്ക്കിടയിലും പെങ്ങന്മാരോട് പുച്ഛമാണ് തോന്നുന്നത്. വാ, ഇവിടെ ഇരിക്കാം. കോറിഡോറിന് മുന്നിലെ ഒഴിഞ്ഞ കസേരയിൽ ഷാജിയോടൊപ്പം ഇരുന്നു. എടാ, നീ കാണിച്ചത് എന്ത് മണ്ടത്തരാ. പപ്പ എന്തേലും പറഞ്ഞെന്നോർത്ത് അപ്പൊ തന്നെ ഇറങ്ങിപ്പോവാണോ ചെയ്യേണ്ടത്? എല്ലാത്തിനും ഒരു സമാധാനം ഇല്ലേ? മറുപടി എന്ത് പറയാനാണ്? പപ്പയ്ക്ക് BP കൂടിയതാ, സാരയില്ല. പെട്ടെന്ന് ഇവിടെ എത്തിച്ചതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല.
ഇടത് കൈക്ക് അല്പം തളർച്ച ഉണ്ടോന്നൊരു സംശയം. ശരിയാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നീ ഇപ്പോ അങ്ങോട്ട് പോണ്ട, ചേച്ചിമാര് സീനുണ്ടാക്കും. അത് ശരിയാണ്. പഠിച്ച കള്ളികളാണ് രണ്ടും. കുറ്റബോധം കൊണ്ട് മനസ്സ് വിങ്ങുന്നു. ഇനി എന്തു ചെയ്യും? റീത്തയോ പപ്പയോ? രണ്ടുപേരിൽ ഒരാളെ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഭിത്തിയിലേക്ക് ചാരി കണ്ണടച്ചിരുന്നു. ഷാജി എണീറ്റു പോകുന്നതറിഞ്ഞു. ഈ ചക്രവ്യൂഹത്തിൽ നിന്നും എങ്ങനെ പുറത്തു കിടക്കും? പപ്പയെ ഈ അവസ്ഥയിൽ കാണുമെന്ന് ഒരിക്കലും ഓർത്തതല്ല. ധൈര്യമുള്ള ആളാണെന്നാണ് കരുതിയത്. ആളുകൾ മുന്നിലൂടെ വരികയും പോവുകയും ചെയ്യുന്നു. ഇടയ്ക്ക് ട്രോളികളുടെയും വീൽചെയറുകളുടെയും ശബ്ദവും അറ്റൻഡർമാർ അങ്ങുമിങ്ങും ഓടുകയും നടക്കുകയും ചെയ്യുന്നു. അല്പം കഴിഞ്ഞപ്പോൾ പെങ്ങന്മാർ രണ്ടുപേരും അടുത്തേക്ക് വന്നു. എടാ, വന്നത് വന്നു. പപ്പയെ വെറുതെ വിഷമിപ്പിക്കാതെ നമുക്ക് പയ്യെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലാതെ നീ ഇങ്ങനെ എടുത്തു ചാടി ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് പപ്പയ്ക്ക് വിഷമാവുകയല്ലേ? ഞങ്ങൾ പപ്പയെ കയറി കണ്ടു. ICUലായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നിട്ടും കാര്യമില്ലല്ലോ. എല്ലാവരും കൂടി വെറുതെ ഇതിനു മുന്നിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? വീട്ടില് പിള്ളേരും ബൈജുചായന്റെ അമ്മച്ചിയും അപ്പച്ചനും തന്നെയല്ലേ ഉള്ളൂ. മിനിക്കാണേലും വീട്ടില് 2 പൊടി പിള്ളേരല്ലേ ഉള്ളത്. പപ്പയ്ക്ക് വയ്യെന്ന് കേട്ടപാടെ ഓടിപ്പോരുമായിരുന്നു. പിന്നെ നീയും ഉണ്ടല്ലോ ഇവിടെ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോകുക. മറുപടി ഒന്നും പറയേണ്ടതില്ല എന്ന് തോന്നി. അതിനാൽ കണ്ണടച്ചിരുന്നു. ഓസ്കാർ കിട്ടുന്ന അഭിനയമാണ് രണ്ടിനും. അതും കാണണ്ടല്ലോ. ഇനിയിപ്പോ അളിയന്മാർ രണ്ടും കൂടെ വരും. എടാ ജാക്സാ, ചിന്തിച്ചു തീരുമുന്നേ ദേ വന്നല്ലോ. ഞങ്ങൾ പോകുക. വീട്ടിൽ ചെന്നിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. നോക്കിയും കണ്ടൊക്കെ പപ്പയോട് ഇടപെട്. ബൈജു അളിയനാണ്. മെല്ലെ ഒന്ന് തലകുലുക്കി. അളിയൻ തോളിൽ തട്ടിയിട്ട് പെങ്ങന്മാരുടെ പിന്നാലെ പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ എണീറ്റ് അമ്മച്ചിയുടെ അടുത്ത് പോയിരുന്നു. അമ്മച്ചി, എന്നാ ഉണ്ടായേ? എന്നാ ഉണ്ടാകാൻ? തന്തയെ കൊലയ്ക്ക് കൊടുത്താലേ നീ അടങ്ങൂ അല്ലേ? അമ്മച്ചിയെ ദയനീയമായി ഒന്ന് നോക്കി. അമ്മച്ചി കയ്യിലിരുന്ന തോർത്തിൽ മൂക്ക് പിഴിഞ്ഞു. എന്നിട്ട് തുടർന്നു. നീ ഇറങ്ങിപ്പോയപ്പോ ഒന്നും മിണ്ടാതെ കസേരയിൽ ഒരു ഇരിപ്പായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ പിന്നോട്ട് മറിയുന്നത് കണ്ടു. ഞാൻ പെട്ടെന്ന് കുര്യാക്കോയെ വിളിച്ചു. അവന് ഷാജിയും കൂടി ഓടി വന്ന് ഇവിടെ കൊണ്ടാക്കി. അന്ന് വൈകിട്ട് തന്നെ പപ്പയെ റൂമിലേക്ക് മാറ്റി. ഷാജി കൂടെ ഉണ്ടായിരുന്നു. പപ്പ തന്നോട് സംസാരിച്ചേയില്ല. അമ്മച്ചിയോടും ഷാജിയോടുമാണ് ആവശ്യങ്ങൾ പറഞ്ഞിരുന്നത്. ദേ, ചെറുക്കൻ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? പപ്പ തന്നോടൊന്നും മിണ്ടാത്തതുകൊണ്ട് അമ്മച്ചിക്ക് വിഷമമായി. അതിനും പപ്പ മറുപടി ഒന്നും പറഞ്ഞില്ല. മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. പിന്നീട് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ അകത്തേക്ക് കയറിയില്ല. പുറത്തുനിന്നും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. രാത്രി വീട്ടിലേക്ക് പോരും. രാവിലെ ആശുപത്രിയിൽ പോകും. 4-ാം ദിവസം ഷാജിയും അമ്മച്ചിയും കൂടി പപ്പയെ വീട്ടിൽ കൊണ്ടുവന്നു. പക്ഷേ താൻ അവിടെയുണ്ടെന്ന ഒരു പരിഗണനയും പപ്പ തന്നില്ല. കാണാൻ വരുന്നവരോടൊക്കെ കുശലം പറഞ്ഞു ചിരിച്ചു. പെങ്ങന്മാരോടും അളിയന്മാരോടും തന്റെ മുന്നിൽ പൂർവാധികം സ്നേഹത്തോടെ ഇടപെട്ടു. അതിനതിന് അവരുടെ അഭിനയവും കൂടിക്കൂടി വന്നു. പപ്പയെയും തന്നെയും ഒന്നിപ്പിക്കാനല്ല, കൂടുതൽ കൂടുതൽ വിടവ് സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചത്. അമ്മച്ചിക്ക് പക്ഷേ എല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. എടി ജാൻസി, മിനി, നിങ്ങളെ ഈ കുന്തലിപ്പ് എന്നാത്തിനാന്ന് എനിക്ക് നല്ലോണം അറിയാം. ഒരേലൊരു ആങ്ങളയല്ലേ നിങ്ങൾക്കുള്ളൂ. അതിനോട് ഇമാതിരി പണി കാണിക്കണോ? അവൻ ആ പെണ്ണിനെ കെട്ടുന്നതിൽ ഞങ്ങൾക്കിപ്പോഴും എതിർപ്പ് തന്നെയാണ്. എന്നും വെച്ച് ഇങ്ങനെയുണ്ടോ ഒരു വിളച്ചില്? ഹ, അമ്മച്ചി എന്നാ ഈ പറയുന്നത്? ഞങ്ങൾ എന്നാ കാണിച്ചെന്നാ? നിങ്ങളൊന്നും കാണിച്ചില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് നിനക്കൊക്കെ തോന്നിയോ? വന്നേക്കുന്നു പപ്പയെ സ്നേഹിച്ചു കൊല്ലാൻ. ടീച്ചർ മക്കളെ പുച്ഛത്തോടെ നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി. ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. പപ്പയെ പിന്നീടുള്ള ചെക്കപ്പിന് ഷാജിയാണ് കൊണ്ടുപോയത്. പപ്പയെയും തന്നെയും രമ്യതപ്പെടുത്താൻ അമ്മച്ചി കിണഞ്ഞു ശ്രമിച്ചു. പക്ഷേ പപ്പ ഒട്ടും അയഞ്ഞില്ല. അന്ന് റീത്തയെ കാണാൻ ചെന്നപ്പോൾ അമ്മച്ചി റീത്തയ്ക്ക് കല്യാണം ആലോചിക്കുന്ന കാര്യം പറഞ്ഞു. നല്ല സമ്പത്തുള്ള ഒരു വീട്ടിലെ പയ്യൻ വന്നു കണ്ട് ഇഷ്ടപ്പെട്ടു പോയിന്ന്. റീത്തയുടെ വീട്ടിലെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല. അമ്മച്ചി, ഏത് കൊമ്പത്തെ ചെറുക്കനായാലും എനിക്ക് വേണ്ട. വെറുതെ എന്നെ വേഷം കെട്ടിക്കുകയും വേണ്ട. ഭാ, എന്തിരവളെ, നിന്നെയൊക്കെ അപ്പനില്ലാതെ ഒറ്റയ്ക്ക് വളർത്താമെങ്കിൽ കെട്ടിക്കാനും എനിക്കറിയാം. നിന്റെ ആ നട്ടലില്ലാത്ത കാമുകനെ പോലെയല്ല ആ ചെറുക്കൻ. ജോസഫ് സാറിനോളം തന്നെ സ്വത്ത് അവർക്കുണ്ട്. നിനക്ക് പട്ടിണിയില്ലാതെയും കഷ്ടപ്പെടാതെയും ജീവിക്കാം. ദൈവം നിനക്കൊക്കെ കുറച്ച് സൗന്ദര്യം തന്നത് വെറുതെ അല്ല. ശീലമ്മ കണ്ടില്ലേ സുഖമായിട്ട് ജീവിക്കുന്നേ. അവക്ക് അവൻ എന്നാ കുറവ് വരുത്തുന്നേ? അതുകൊണ്ട് ഇത് അറ്റമടുത്ത് വരുവാണേ ഉറപ്പായും നൊയമ്പ് വിടൽ കഴിഞ്ഞ് നടത്തും. എടീ, ആ സാറിന്റെ അവസ്ഥ നീ കണ്ടില്ലേ? ആ ഒറ്റ ചെറുക്കനെ എത്ര ഓമനിച്ച അവര് വളർത്തിയത്. നീയായിട്ട് അവരുടെ കുടുംബം തൊലച്ചു. ഇനിയും നിനക്ക് മതിയായില്ലേ? എന്തെല്ലാം പേരുദോഷം നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയിട്ടും അവരാലോചനയും കൊണ്ട് ഇങ്ങോട്ട് വന്നില്ലേ? ഓ, ആ ചെറുക്കനെ കണ്ടേച്ചാലും മതി. മര്യാദയ്ക്കുള്ള ഒരു പെണ്ണും അവനെ ഇഷ്ടപ്പെടുകയില്ല.
അതാ ഇങ്ങോട്ട് വന്നേക്കുന്നേ. റീത്തയുടെ ആ സംസാരം ഒറോദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അഹങ്കാരം പറയുന്നോടി. അഴക് കുത്തിയാലേ അരി കിട്ടില്ല. നിന്നെ കെട്ടാനിപ്പോ മമ്മൂട്ടി മോഹൻലാലും വരും. കൈ ഓങ്ങിക്കൊണ്ട് ഒറോദ റീത്തയുടെ നേരെ ചെന്നു. നീ എന്നാ പറഞ്ഞാലും ഞാനിത് നടത്തും. ഈ കച്ചിപ്പറമ്പിൽ ഒറോദയുടെ വാക്കാ. അതെ, ഒറോദ വാക്ക് പറഞ്ഞാൽ അതിനൊരു മാറ്റം ഇല്ലാന്ന് മക്കൾക്ക് നന്നായി അറിയാം. അതിനാൽ റീത്തയ്ക്ക് ഒന്നും പറയാനില്ലായിരുന്നു. പറയാനുള്ളത് ജാക്സനോടായിരുന്നു. തുടരും. അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.